രാമായണം ആദി കാവ്യകഥയിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷ്മണന്മാരോടൊപ്പം വിശ്വാമിത്ര മഹർഷി സിദ്ധാശ്രമത്തിൽ എത്തുകയും തൻ്റെ നിശ്ചയപ്രകാരമുള്ള യാഗം മുടക്കം കൂടാതെ നടത്തുകയും ചെയ്തു. അതിനുശേഷം മിഥിലാ രാജ്യത്തിലെ അത്ഭുതകരമായ ഒരു വില്ലിനെക്കുറിച്ച് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോട് പറയുകയും ആ രാജ്യത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുകയും ചെയ്തു. അതിന് പ്രകാരം വിശ്വാമിത്ര മഹർഷി സിദ്ധാശ്രമ നിവാസികളോടും വനദേവതമാരോടും ഒക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതാണ് കഴിഞ്ഞ ഭാഗത്ത് എല്ലാവരും ശ്രദ്ധിച്ചത്. പരിപാവനമായ സിദ്ധാശ്രമത്തെ പ്രദക്ഷിണം വെച്ച് വടക്കോട്ടു നടക്കുന്ന ബ്രഹ്മർഷിയെ അനുഗമിക്കുന്ന മറ്റു മഹർഷിമാർ തന്നെ നൂറുകണക്കിനുണ്ട്. ആ ആശ്രമ പരിസരത്തുള്ള മൃഗങ്ങളും പക്ഷികളും പോലും അവരെ പിന്തുടർന്നു. എന്നാൽ സ്നേഹത്തോടെ തിരിഞ്ഞു നിന്ന മുനിശ്രേഷ്ഠൻ അവരെയൊക്കെ തിരിച്ചയച്ചു. വളരെ ദൂരം മുന്നോട്ട് പോയ അവർ സൂര്യാസ്തമനമടുത്തപ്പോൾ ഷോണ നദിയുടെ തീരത്തെത്തി. അന്നത്തെ രാത്രി അവിടെ കഴിച്ചുകൂട്ടുവാൻ അവർ തീരുമാനിച്ചു. അന്നത്തെ പൂജാതി ക്രിയകൾ എല്ലാവരും ചെയ്തു. അതിനുശേഷം എല്ലാവരും വിശ്വാമിത്ര മുനിക്ക് ചുറ്റും ഇരുന്നു. എല്ലാവരെയും വന്ദിച്ച ശേഷമാണ് രാമലക്ഷ്മണന്മാർ അവരുടെ അടുത്ത് ഇരുന്നത്. വിശ്വാമിത്രൻ്റെ മുൻപിലാണ് അവർ ഇരുന്നത്. രാമൻ ജിജ്ഞാസയോടെ കൗശിക മുനിയോട് ചോദിച്ചു, ഭഗവാനെ, അവിടേക്ക് മംഗളം ഭവിക്കട്ടെ. കാടുകളാൽ സമൃദ്ധമായ ഈ നാട് ഏതാണ്? കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. രാമൻ്റെ ചോദ്യം കേട്ട വിശ്വാമിത്ര മുനി ആ പ്രദേശത്തെപ്പറ്റി മുനിമാരുടെ മധ്യത്തിലിരുന്നു കൊണ്ട് പറഞ്ഞു തുടങ്ങി. രാമ, വിധാതാവിൻ്റെ പുത്രനാണ് കുശൻ എന്നു പേരായ മഹാൻ. അവൻ വിദർഭരാജാവിൻ്റെ പുത്രിയെയാണ് വിവാഹം കഴിച്ചത്. നല്ല ശീലഗുണമുള്ള 4 പുത്രന്മാർ അവർക്ക് ഉണ്ടായി. കുശാംബൻ, കുശനാഭൻ, അധൂർത്തരജസൻ, വസു എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. തേജസ്വികളായ മക്കളോട് ഒരിക്കൽ കുശൻ പറഞ്ഞു, എനിക്ക് വാത്സല്യമേറിയ പുത്രന്മാരെ, നിങ്ങൾ രാജ്യകാര്യങ്ങൾ നോക്കണം. അതുവഴി പരിപൂർണ ധർമ്മം നേടണം. ജനങ്ങൾക്കൊക്കെ ആ കുമാരന്മാരെ വലിയ ഇഷ്ടമായിരുന്നു. അച്ഛൻ്റെ വാക്കുകൾ കേട്ട് 4 സ്ഥലങ്ങളിലായി 4 കൊട്ടാരങ്ങൾ അവർ പണി കഴിപ്പിച്ചു. കുശാംബൻ്റെ രാജധാനിക്ക് കൗശാംബി എന്നും, കുശനാഭൻ്റെ രാജധാനിക്ക് മഹോദയപുരമെന്നും, അധൂർത്തരജസിൻ്റെ പുരിക്ക് ധർമാരണ്യമെന്നും, വസുവിൻ്റെ കൊട്ടാരത്തിന് ഗിരിവ്രജമെന്നും നാമകരണം ചെയ്തു. രാമ, ഈ രാജ്യം 5 മലകളുടെ നടുവിൽ നിന്ന് മഗധയിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന മാഗധി എന്ന നദിയാൽ സമ്പൽ സമൃദ്ധമായ മാഗധ എന്ന നാടാണ്. ഇത് കുശൻ്റെ പുത്രൻ വസുവിൻ്റെ നാടാണ്. ധാർമ്മികനായ കുശനാഭ രാജർഷിക്ക് പട്ടമഹിഷിയായ കൃതാജിയിൽ 100 പെൺമക്കൾ ജനിച്ചു. യൗവനപ്രായത്തിൽ എത്തിയ ഈ സുന്ദരികൾ ഒരു നാൾ മനോഹരമായ ഒരു ഉദ്യാനത്തിൽ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. ഇവരെപ്പോലെ സുന്ദരിയായ യുവതികൾ അക്കാലത്ത് ഭൂമിയിൽ ഇല്ലായിരുന്നു. ആഭരണങ്ങൾ അണിഞ്ഞ കുമാരിമാർ ആട്ടവും പാട്ടുമായി ആരാമത്തിൽ മതിച്ചു നടന്നു. അവർ പല വിനോദങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരുന്നു. ഇതൊക്കെ സർവവ്യാപിയായ വായുദേവൻ കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് സന്തോഷത്തോടെ അദ്ദേഹം ആ കുമാരിമാരോട് പറഞ്ഞു, സുന്ദരികളെ, നിങ്ങളെ കാണുന്തോറും ഞാൻ കാമപരവേശനാവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അമരത്വം തരാം. എൻ്റെ ഭാര്യമാരാകുവിൻ. മനുഷ്യത്വം വേണ്ടെന്ന് വയ്ക്കൂ. നിങ്ങൾക്ക് മരണമുണ്ടാകില്ല. മനുഷ്യരിൽ നിത്യയൗവനം നിലനിൽക്കുന്നതല്ല. അനശ്വര കീർത്തിയോടെ നിങ്ങൾ ദേവാംഗനമാരാകുവിൻ.
എന്നാൽ വായുദേവന്റെ ഈ വാക്കുകളിൽ അവർക്ക് പരിഹാസമാണ് തോന്നിയത്. പരിഹാസത്തോടെ അവർ വായുദേവനെ നോക്കി ചിരിച്ചു. അവർ പറഞ്ഞു, സകല ജീവജാലങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ദേവ, അവിടുന്ന് ശ്രേഷ്ഠനാണ്. അങ്ങയുടെ മാഹാത്മ്യം ഞങ്ങൾക്കറിയാം. എന്തിനാണ് ഞങ്ങളെ അപമാനിക്കുന്നത്? കുശനാഭപുത്രിമാരായ ഞങ്ങൾ വിചാരിച്ചാൽ അങ്ങയുടെ സ്ഥാനം മാറ്റാൻ കൂടി സാധിച്ചേക്കും. എന്നാൽ ഞങ്ങളുടെ തപസ്സിനെ രക്ഷിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. സത്യവാദിയായ പിതാവിനെ അനാദരിച്ച് ഇഷ്ടം പോലെ ഭർത്താവിനെ സ്വീകരിക്കുവാനുള്ള ദുർബുദ്ധി ഞങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ഞങ്ങളുടെ മഹാപ്രഭു അച്ഛനാണ്. ഈശ്വരന്മാരിൽ ഈശ്വരനായി കാണുന്നത് മറ്റാരെയുമല്ല. അദ്ദേഹം ഏതൊരാൾക്കാണോ ഞങ്ങളെ കൊടുക്കുന്നത് അദ്ദേഹമായിരിക്കും ഞങ്ങളുടെ ഭർത്താക്കന്മാർ. കന്യകമാരുടെ വാക്കുകൾ വായുദേവനെ കോപാകുലനാക്കി. അവരുടെ ദേഹങ്ങളിൽ പ്രവേശിച്ച വായു അവരിൽ വക്രതയുണ്ടാക്കി വളവും തിരിവും ഉള്ളവരാക്കി മാറ്റി, വിരൂപരാക്കി മാറ്റിക്കളഞ്ഞു. തങ്ങൾക്കുണ്ടായ ശരീരമാറ്റത്തിൽ ദുഃഖിച്ച് ലജ്ജിച്ച് കരഞ്ഞുകൊണ്ട് അവർ കൊട്ടാരത്തിലെത്തി അവശരായി നിലത്ത് വീണു. തൻ്റെ പുത്രിമാരെല്ലാം വിരൂപകളായി തീർന്നത് കണ്ട് വെപ്രാളപ്പെട്ട് രാജാവ് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ചോദിച്ചു, ഓമന മക്കളെ, എന്താണിത്? ആരാണ് നിങ്ങളെ ഇങ്ങനെ അപമാനിച്ചത്? നിങ്ങളെയെല്ലാം കൂനികളാക്കിയത് ആരാണ്? ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലയിരുട്ടുന്നത് എന്തിനാണ്? കുശനാഭൻ്റെ ചോദ്യം കേട്ട പെൺമക്കളിൽ ഒരുവൾ പറഞ്ഞു, അച്ഛാ, സർവജീവികൾക്കും പ്രാണൻ തരുന്ന വായു ധർമ്മത്തെ നോക്കാതെ ദുർമാർഗത്തിൽ കൂടി ഞങ്ങളെ പാട്ടിലാക്കാൻ നോക്കി. ഞങ്ങളെ എല്ലാവരെയും വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ പിതാവിനെ സമീപിച്ച് അനുവാദം വാങ്ങി ഞങ്ങളെ സ്വീകരിക്കുക എന്നതാണ്. അതിഷ്ടപ്പെടാതെ കോപത്തോടെ വായു ശപിച്ച് ഞങ്ങളെ ഈ രൂപത്തിലാക്കി. ധാർമ്മികനായ രാജാവ് മക്കളോട് പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, ക്ഷമാശീലരായ ഉത്തമന്മാർ ചെയ്യേണ്ടതെന്തോ അത് നിങ്ങൾ ചെയ്തു. ഏറ്റവും പ്രധാനമായത് ക്ഷമയാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്. മാത്രമല്ല, എൻ്റെ വംശമഹിമയെ നിങ്ങളെല്ലാവരും കാത്തുരക്ഷിച്ചു. സർവ അലങ്കാരങ്ങളിലും വെച്ച് ഒരു സ്ത്രീക്ക് വേണ്ടത് ക്ഷമയാണ്. പുരുഷന് വേണ്ടതും അതുതന്നെയാണ്, ക്ഷമയാണ് വേണ്ടത്. സ്വാധീനമാക്കാനും പ്രവൃത്തിയിൽ കൊണ്ടുവരാനും പ്രയാസമുള്ളതാണ് ക്ഷമ. പ്രത്യേകിച്ചും ദേവന്മാരിൽ അധികം കാണുകയില്ലാത്ത ഗുണമാണ് ക്ഷമ. ഓമന കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ആ ഗുണങ്ങളുണ്ടല്ലോ. വാത്സല്യഭാജനങ്ങളെ, ക്ഷമയാത് ദാനം. ക്ഷമ തന്നെ സത്യം. ക്ഷമരൂപമാണ് യജ്ഞം. ക്ഷമ തന്നെയാണ് യശസ്. ക്ഷമധർമ്മമാണ്. എന്തിനധികം, ഈ ലോകം നിൽക്കുന്നത് തന്നെ ക്ഷമയിലാണ്. പുത്രിമാരുടെ അടുത്തുനിന്ന് ഇന്ദ്രതുല്യനായ രാജാവ് പോയിട്ട് മന്ത്രിമാരെ വരുത്തി. പുത്രിമാർക്ക് അനുരൂപ്യന്മാരായ വരന്മാരെ കണ്ടുപിടിക്കുന്നതിന് ആലോചിച്ചു. ആ കാലത്താണ് മഹാമുനിയായ ചൂളി കഠിന തപസ് ചെയ്തുകൊണ്ടിരുന്നത്. രാമ, ഇത് കേൾക്കൂ. ഉഗ്ര തപസ് ചെയ്യുന്ന ആ മഹർഷിയെ പൂജിക്കാൻ ഊർമിള എന്ന ഗന്ധർവ സ്ത്രീയുടെ പുത്രി സോമദ തയ്യാറായി വന്നു. അനേകകാലം അവൾ മാമുനിയെ പരിചരിച്ചു. അവളുടെ ശുശ്രൂഷയിൽ മഹർഷിക്ക് സംതൃപ്തിയുണ്ടായി. മുനി സോമദയോട് ചോദിച്ചു, നിനക്ക് മംഗളം ഭവിക്കട്ടെ. നിന്റെ ശുശ്രൂഷ കൊണ്ട് സംതൃപ്തനായ ഞാൻ എന്തു പ്രിയമാണ് നിനക്ക് ചെയ്യേണ്ടത്? മഹർഷിക്ക് സന്തോഷമായെന്നറിഞ്ഞപ്പോൾ ഗന്ധർവിക്കും സന്തോഷമായി. അവൾ അദ്ദേഹത്തോട് മധുരമായി പറഞ്ഞു, അങ്ങ് ബ്രഹ്മശ്രീമാനും ഉഗ്രതാപസ്സോടുകൂടിയ മഹാത്മാവുമാണ്. ബ്രഹ്മതപസ് നേടുന്ന ഒരു പുത്രനെ ഞാൻ ആഗ്രഹിക്കുന്നു. ഭർത്താവില്ലാത്തവളാണ് ഞാൻ. എന്നെ ആരും വിവാഹം കഴിച്ചിട്ടുമില്ല. ബ്രഹ്മർഷിവര്യനായ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്ന എനിക്ക് ഉത്തമനായൊരു പുത്രനെ തരണം.
സോമതയുടെ വാക്കുകളിൽ സന്തോഷം തോന്നിയ മുനീന്ദ്രൻ മനസ്സിൽ പിറന്ന പുത്രനെ, ഒരു മാനസപുത്രനെ അവൾക്കു നൽകി. അങ്ങനെ ചൂളി മുനിയുടെ മാനസാത്മജനായി സോമതയിൽ ജനിച്ച ശ്രേഷ്ഠപുത്രനാണ് ബ്രഹ്മദത്തൻ. ദേവേന്ദ്രൻ സ്വർഗലോകം വാണരുളുന്നതുപോലെ കാമ്പില്യപുരിയിൽ വാഴുകയാണ് ആ സോമതയുടെ പുത്രൻ. ഉണ്ണി രാമ, കുശനാഭൻ തൻ്റെ 100 പുത്രിമാരെയും ആ ബ്രഹ്മദത്ത മഹാരാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചത്. അതിൻ പ്രകാരം കുശനാഭൻ ബ്രഹ്മദത്തനെ ക്ഷണിച്ചു വരുത്തി തൻ്റെ 100 പുത്രിമാരെയും കൊടുത്തു. ദേവേന്ദ്ര തുല്യനായ ബ്രഹ്മദത്തൻ ഓരോരുത്തരെയും വിവാഹം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കരസ്പർശമേൽക്കുന്ന മുറയ്ക്ക് ഓരോരുത്തരുടെയും വൈരൂപ്യം തീർന്നുകൊണ്ടിരുന്നു. അവർ പൂർവാധികം സുന്ദരിമാരായി തീർന്നു. വായുവിൻ്റെ ശാപത്താൽ പുത്രിമാർക്കുണ്ടായ വിരൂപത തീർന്നപ്പോൾ കുശനാഭരാജാവ് അത്യധികം സന്തോഷിച്ചു. സന്യാസിമാരോടും ധർമ്മപത്നിമാരോടും കൂടി ബ്രഹ്മദത്ത മഹാരാജാവ് സ്വന്തം നാടായ കാമ്പില്യത്തിലേക്ക് പോയി. മകൻ്റെ ഉത്തമ ഗുണങ്ങൾ കണ്ട സോമത സന്തോഷത്തോടെ മരുമക്കളുമാരെ സ്വീകരിച്ചു. പുത്രിമാരെയെല്ലാം വിവാഹം കഴിച്ചു വിട്ട കുശനാഭന് ആൺമക്കളില്ലാത്ത ഒരു വിഷമം ഉണ്ടായി. പുത്രനെ ലഭിക്കുന്നതിനു വേണ്ടി ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു. വിധിയനുസരിച്ച് യജ്ഞം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മപുത്രൻ കുശൻ യജ്ഞശാലയിൽ വന്ന് സ്നേഹത്തോടു പറഞ്ഞു, ഉണ്ണി, ധാർമ്മികനായ ഒരു പുത്രൻ നിനക്ക് പിറക്കും. ആ പുത്രനെ കൊണ്ട് അനശ്വരമായ കീർത്തി ഈ ലോകം മുഴുവൻ നിറയും. പുത്രനെ ഇത്തരത്തിൽ അനുഗ്രഹിച്ച കുശൻ നിത്യമായ ബ്രഹ്മലോകത്തേക്ക് പോയി. അല്പകാലം കഴിഞ്ഞ് കുശനാഭന് ലക്ഷണമൊത്തൊരു കുമാരൻ പിറന്നു. ഗാധി എന്നായിരുന്നു ആ കുമാരൻ്റെ പേര്. രാമ, ആ ഗാധിയാണ് എൻ്റെ അച്ഛൻ. കുശ രാജർഷി വംശത്തിൽ ജനിച്ചതുകൊണ്ടാണ് കൗശികൻ എന്ന പേര് എനിക്കുണ്ടായത്. നല്ല സ്വഭാവമുള്ള ഒരു ജ്യേഷ്ഠത്തി എനിക്കുണ്ടായിരുന്നു. സത്യവതി എന്നു പേരായ ജ്യേഷ്ഠത്തിയെ ഋചീകനാണ് പരിണയിച്ചത്. പതിവ്രതാരത്നമായ ജ്യേഷ്ഠത്തി ഭർത്താവിനെ പിന്തുടർന്ന് ദേഹത്തോടു കൂടി തന്നെ സ്വർഗലോകം പോകി. മാത്രമല്ല, സ്ഥൂലദേഹത്തെ ഹിമവാനിൽ നിന്നുദ്ഭവിക്കുന്ന ഒരു മഹാപുണ്യ നദിയാക്കി പ്രവഹിപ്പിക്കുകയും ചെയ്തു. ആ ജ്യേഷ്ഠത്തിയാണ് കൗശികി നദി എന്ന പേരിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണി രാമ, ആ സഹോദരിയിലുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് ഹിമവൽ സാനുവിൽ ഞാൻ താമസിക്കുന്നതുകൂടി. സത്യധർമ്മങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന സത്യവതി, പതിവ്രതാ ശിരോമണിയായ സഹോദരി, നദികളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠയാണ്. യജ്ഞാനുഷ്ഠാനത്തിനു വേണ്ടിയാണ് ഞാൻ ജ്യേഷ്ഠത്തിയെ വിട്ട് സിദ്ധാശ്രമത്തിലേക്ക് വന്നത്. രാമ, അങ്ങയുടെ വിക്രമം കൊണ്ട് ഞാൻ ഉദ്ദിഷ്ട കാര്യം സാധിച്ച് കൃതാർത്ഥനായി തീർന്നു. ഇങ്ങനെയാണ് എൻ്റെയും എൻ്റെ വംശത്തിൻ്റെയും ഈ നാടിൻ്റെയും ചരിത്രം. കഥ പറഞ്ഞിരുന്ന് സമയം കഴിഞ്ഞു. രാമ, ഉറങ്ങൂ. പ്രഭാതത്തിൽ ഉദ്ദേശിക്കുന്ന യാത്ര മുടങ്ങരുത്. രഘുനന്ദന, മാമരങ്ങൾ കൂടി നിശ്ചലങ്ങളായി, മൃഗപക്ഷികൾ അടങ്ങി, ദിക്കുകളെല്ലാം കനത്ത കൂരിരുട്ട് വ്യാപിച്ചു. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു. നിശാകാലങ്ങളിൽ സ്വച്ഛന്തം വിഹരിക്കുന്ന യക്ഷന്മാർ, രാക്ഷസന്മാർ, മാംസാരനൻ തുടങ്ങിയ ഭൂതങ്ങൾ നടക്കുന്നു. രാമ, ഇനി സുഖമായി ഉറങ്ങൂ. വിശ്വാമിത്രമുനി ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചു. കഥ കേട്ടിരുന്ന മറ്റ് മഹർഷിമാർ ഇത് പുണ്യചരിതമാണെന്ന് പറഞ്ഞ് പുകഴ്ത്തി.
ബ്രഹ്മാവിന് തുല്യരായ മഹാത്മാക്കൾ പരമ്പരയിൽ ജനിച്ച കുശിക വംശം ധർമ്മ തൽപരമായിട്ടുള്ളതാണ്. ഈ കുലത്തിലെ രാജർഷികളിൽ വെച്ച് എന്തുകൊണ്ടും പ്രഭാവമേറിയത് അവിടുന്നാണ്, സംശയമില്ല. ഉത്തമോത്തമമായ കൗശികീ നദിയും കൗശിക വംശത്തിന് പരിപാവനത്വമേകുന്നു. മാമുനിമാരുടെ സ്തുതിവചനങ്ങൾ കേട്ട് അസ്തമയ സൂര്യനെപ്പോലെ വിശ്വാമിത്രമുനി ഉറങ്ങി. രാമലക്ഷ്മണന്മാരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് പ്രഭാതമായപ്പോൾ ഉണർന്ന വിശ്വാമിത്രമുനി മറ്റു മുനീന്ദ്രന്മാരും ഒന്നിച്ച് രാമലക്ഷ്മണന്മാർ ഉറങ്ങുന്ന ആശ്രമമുറ്റത്തെത്തി ഇങ്ങനെ പറഞ്ഞു: രാമ, പ്രഭാതമായി, പൂർവാസന്ധിയായി, എഴുന്നേൽക്കൂ. ഉണ്ണി, എഴുന്നേൽക്കൂ, യാത്രയ്ക്കു ഒരുങ്ങൂ. ഇന്നത്തെ ദിവസം മംഗളമായിരിക്കട്ടെ. ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഉണർന്ന രാമലക്ഷ്മണന്മാർ നിയമപ്രകാരമുള്ള ക്രിയകൾ ചെയ്ത് അതിവേഗം യാത്രയ്ക്കൊരുങ്ങി. ജിജ്ഞാസയോടെ രാമൻ ചോദിച്ചു: വെണ്മയാർന്ന മണൽത്തരികളോടുകൂടിയ നിർമ്മലമായ ജലം നിറഞ്ഞതുമായ ശോണാനദി ആഴമുള്ളതല്ലേ? ഏതു വഴിയിൽ കൂടിയാണ് നാം അക്കരയ്ക്ക് കിടക്കുക? ബ്രഹ്മർഷി പറഞ്ഞു: മഹർഷിവര്യന്മാർ പോകുന്ന വഴി ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. രമ്യങ്ങളായ കാടിൻ്റെ നാനാഭാഗങ്ങളെ കണ്ടുകൊണ്ട് നദിയുടെ തീരത്തുകൂടി അവർ മുന്നോട്ട് നടന്നു. ഉച്ചതിരിഞ്ഞപ്പോൾ വളരെ ദൂരം പിന്നിട്ട അവർ മുനീന്ദ്ര പൂജിതമായ ഗംഗാനദിയെ കണ്ടു. രാജഹംസങ്ങൾ, നീർക്കോഴികൾ എന്നിവ നിറഞ്ഞ ആ പാവനമായ നദിയെ കണ്ട് സന്തുഷ്ടരായി തീർന്ന മുനിവര്യന്മാർ അന്നവിടെ താമസിക്കുവാൻ തീരുമാനിച്ചു. പുണ്യനദിയായ ഗംഗയിൽ കുളി കഴിഞ്ഞ് ദേവപിതൃതർപ്പണാദികൾ ചെയ്ത് ഹോമങ്ങളെല്ലാം കഴിച്ച് രസാമൃതം ഭക്ഷിച്ച് നിർമ്മല തീരത്തിൽ മഹാത്മാവായ ബ്രഹ്മർഷി വിശ്വാമിത്രൻ്റെ 4 പുറവും അവർ ഇരുന്നു. സന്തോഷത്തോടെ ശ്രീരാമചന്ദ്രൻ മഹർഷിയോട് ചോദിച്ചു: ഭഗവാനേ, 3 മാർഗത്തിൽ കൂടി പ്രവഹിക്കുന്ന ഗംഗാനദി 3 ലോകങ്ങളുമണഞ്ഞ് സമുദ്രത്തിൽ ചേരുന്നത് ഏതു വിധത്തിലാണ്? ആ ചരിത്രമറിയാൻ ആഗ്രഹമുണ്ട്. കുമാരൻ്റെ ചോദ്യം കേട്ട കൗശികൻ ഗംഗാജനനത്തെയും വളർച്ചയെയും പറയുവാൻ തുടങ്ങി. ഉണ്ണി, രാമ, സർവധാതുക്കളുടെയും വിളനിലമായ ഹിമവാൻ എന്ന ശൈലേന്ദ്രനില്ലേ? ദേവസ്വരൂപിയായ ഹിമവാന്റെ സഹധർമ്മിണി മേരുപുത്രിയായ കമനീയാംഗി മേനകയാണ്. അതുല്യ രൂപഗുണമുള്ള 2 പുത്രിമാർ മേനകയിൽ ഉണ്ടായി. മൂത്തവൾ ഗംഗ, അനുജത്തി ഉമ. ദേവകാര്യാർത്ഥമായി സീമന്തപുത്രിയെ ഗംഗയെ ദേവന്മാർ പർവ്വത രാജാവിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുപോയി. അത് ദേവന്മാർക്ക് സന്തോഷമേകുന്ന കാര്യമായിരുന്നു. ഗിരിവരപുത്രിയായ ഉമയാകട്ടെ തപോവ്രതത്തോടെ കൊടും തപസ്സനുഷ്ഠിച്ച് അചിന്ത്യരൂപനായ രുദ്രദേവനെ പ്രസാദിപ്പിച്ചു. മഹാനുഭാവനായ ഹിമവാൻ 2ാമത്തെ പുത്രിയായ ഉമയെ, പാർവതിയെ, കൈലാസനാഥൻ്റെ പത്നിയാക്കി കൊടുത്തു. ഗംഗയും ഉമയും സർവ്വലോകങ്ങളും നമസ്കരിക്കുന്ന ദേവിമാരാണ്. സർവപുണ്യനദികളിലും വെച്ച് ഉത്തമമായ ഗംഗയുടെയും ലോകത്തിൻ്റെ അമ്മയായ ഉമയുടെയും ചരിത്രം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. 3 വഴികളിൽ കൂടി പ്രവഹിക്കുന്നവളും പവിത്ര ജലം വഹിക്കുന്നതുമായ ഗംഗ സ്വർലോകത്തേക്ക് പോയത് ഇങ്ങനെയാണ്. ഗംഗാ പാർവതിമാരുടെ കഥ കേട്ട് ശ്രീരാമചന്ദ്രനിൽ അവരെ വാഴ്ത്തിക്കൊണ്ട് മുനിമാരോട് വീണ്ടും ചോദിച്ചു: ഭഗവാനേ, ധർമ്മയുക്തമായ ഈ ഉത്തമ കഥയെ അവിടുന്ന് അരുളി ചെയ്തല്ലോ. ഗിരീന്ദ്രൻ്റെ ജ്യേഷ്ഠപുത്രിയായ ഗംഗയുടെ ദിവ്യമാനുഷ സംഭവത്തെ വിസ്തരിച്ചു പറഞ്ഞു തരണം. 3 വഴിയിൽ ഒഴുകുവാൻ എന്താണ് കാരണം? ത്രിമാർഗ ഗംഗ എന്ന പേര് എങ്ങനെ സിദ്ധിച്ചു? 3 ലോകങ്ങളിലും എന്തു കർമ്മങ്ങളാണ് ഗംഗയ്ക്കുള്ളത്?
രഘുപതിരാമൻ്റെ വാക്കുകൾ കേട്ട തപോധനൻ എല്ലാ കഥകളെയും മഹർഷിമാരുടെ മധ്യത്തിലിരുന്നു കൊണ്ട് പറഞ്ഞു തുടങ്ങി. രാമ, ലക്ഷ്മണ, എല്ലാം വിശദമായി ഞാൻ പറയാം, കേൾക്കൂ. പാർവതിയെ വിധി പോലെ വിവാഹം കഴിച്ച പരമേശ്വരൻ ദേവിയൊന്നിച്ച് കാമകേളിക്ക് ഒരുങ്ങി. 100 വർഷം കഴിഞ്ഞത് അവർ അറിഞ്ഞതേയില്ല. രാമ, എന്നിട്ടും അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. തപശക്തിയുടെ കേന്ദ്രമായ രുദ്രൻ്റെ തേജസ് സന്താന രൂപത്തിൽ വന്നാൽ അതിനെ താങ്ങുവാൻ ആർക്കാണ് കെൽപ്പ് ഉണ്ടാവുക എന്നോർത്തപ്പോൾ ദേവന്മാർക്കെല്ലാം ഭയമായി. അവരെല്ലാം ദേവൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, കൈലാസവാസനായ ദേവ, സർവ്വലോകങ്ങൾക്കും ആശ്രയമായ സുരോത്തമ, ഞങ്ങൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. ഞങ്ങളിൽ കരുണയുണ്ടാകണേ. അവിടുത്തെ തേജസ് താങ്ങുവാനുള്ള ശക്തി ഒരു ലോകത്തിനുമില്ല. അതിനാൽ മഹാദേവി ഒന്നിച്ച് അങ്ങ് കഠിനമായ തപസ് അനുഷ്ഠിക്കുവാൻ ദയയുണ്ടാകണേ. 3 ലോകങ്ങളുടെയും നിലനിൽപ്പിന് തേജസ്സിൽ തന്നെ ലയിപ്പിക്കണേ. ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് ദേവൻ പറഞ്ഞു, അങ്ങനെയാകാം എന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് അവരോട് വീണ്ടും പറഞ്ഞു, ഉമയൊന്നിച്ച് ഞാൻ തേജസ്സിൽ തന്നെ അടക്കാം. അങ്ങനെ എല്ലാവർക്കും നിർവൃതി ഉണ്ടാകട്ടെ. എന്നാൽ സ്ഥാനത്തു നിന്നും ഇളകിക്കഴിഞ്ഞതും ഉത്തമത്തിൽ ഉത്തമമായതുമായ തേജസ്സിനെ താങ്ങുവാൻ ആരാണുള്ളത്? ദേവശ്രേഷ്ഠമായ നിങ്ങൾ അതിനൊരു പരിഹാരം കാണണം. മഹാരുദ്രൻ്റെ വാക്കുകേട്ട് ദേവന്മാർ പറഞ്ഞു, മഹാപ്രഭു, ഇളകിക്കഴിഞ്ഞതും അജയ്യമായതുമായ തേജസ് ഭൂമിദേവി താങ്ങിക്കൊള്ളും. അങ്ങനെ ആ അത്യുഗ്ര തേജസ്സിനെ ഭൂമിയിലേക്ക് വിട്ടു. ഭൂമിയാകെ ആ തേജസ് കൊണ്ട് മൂടി. അതുകണ്ട് ദേവന്മാർ അഗ്നിദേവനോട് പറഞ്ഞു, അങ്ങ് വായുദേവനുമൊത്ത് മഹാരുദ്ര തേജസ്സിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാലും. ആ നിർദ്ദേശമനുസരിച്ച് അഗ്നി തേജസ്സിൽ പ്രവേശിച്ചപ്പോൾ അതൊരു വെളുത്ത മലയായി രൂപം പ്രാപിച്ചു. മാത്രമല്ല, അഗ്നിയിൽ നിന്നുണ്ടായ അതുല്യ തേജസ്സുള്ള ശ്രീ കാർത്തികേയനും അതിദിവ്യവുമായ ശരവണം സൂര്യാഗ്നി തുല്യമായി അവിടെ ഉണ്ടാവുകയും ചെയ്തു. സന്തോഷവാന്മാരായ ദേവന്മാരും മഹർഷിമാരും പാർവതീ പരമേശ്വരന്മാരെ ഭക്തിപൂർവം സ്തുതിക്കാൻ തുടങ്ങിയെങ്കിലും പാർവതിയുടെ കണ്ണുകളിൽ കോപം കൊണ്ട് ചുമന്ന രീതിയിലായിരുന്നു. ദേവി കൈക്കുമ്പിളിൽ ജലമെടുത്ത് ശപിക്കുകയാണുണ്ടായത്. സന്താനമുണ്ടാകണമെന്ന എൻ്റെ ആശയെയാണ് നിങ്ങൾ തടഞ്ഞത്. അതുകൊണ്ട് സ്വന്തം ഭാര്യമാരിൽ നിങ്ങൾക്ക് ഇനി പുത്രന്മാരുണ്ടാവുകയില്ല. സർവ്വദേവസ്ത്രീകളും വന്ധ്യകളായി തീരട്ടെ. പിന്നെ പാർവതീദേവി ശപിച്ചത് ഭൂമിദേവിയെയാണ്. ഹേ ഭൂമി, നീ അനേക രൂപമുള്ളവളായിത്തീരും, അനേകം പേരുടെ ഭാര്യയായിത്തീരും. എൻ്റെ ദേഷ്യത്തിന് കാരണക്കാരി കൂടിയായ നിനക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാവുകയില്ല. എന്നിൽ ജനിക്കേണ്ട പുത്രനെയാണ് നീ തടുത്തത്. ദേവിയുടെ വാക്കുകൾ കേട്ട് ദേവന്മാർ ലജ്ജിതരായി. ദേവേന്ദ്രനാകട്ടെ ഭയം കൊണ്ട് പടിഞ്ഞാറോട്ട് ഓടിപ്പോയി. തുടർന്ന് മഹാഗിരിയുടെ വടക്കേ ശിഖരത്തിൻ്റെ അരികിൽ ദേവിയൊന്നിച്ച് മഹേശ്വരൻ തപസ്സാരംഭിച്ചു. രാമ, പാർവതീദേവിയുടെ കഥ ഞാൻ വിസ്തരിച്ചു പറഞ്ഞു. ഇനി ഗംഗാമാഹാത്മ്യത്തെക്കുറിച്ച് പറയാം. ഗിരിജാദേവിയൊന്നിച്ച് മഹേശ്വരൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം സർവസൈന്യാധിപനായൊരു ദേവൻ വേണമെന്നാഗ്രഹിക്കുന്ന ദേവന്മാർ ഇന്ദ്രൻ, അഗ്നി എന്നിവരെ മുൻനിർത്തി ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി വണങ്ങിക്കൊണ്ട് പറഞ്ഞു, ലോകനാഥ, ഞങ്ങളുടെ സേനാനായകനായ അവിടുന്ന് കൽപ്പിച്ചരുളിയ രുദ്രദേവൻ ഉമയൊന്നിച്ച് തപസ് ചെയ്യുകയാണ്. ലോകത്തിന് നന്മയുണ്ടാക്കുവാൻ തക്ക ഒരു സേനാനായകനെ അവിടുന്ന് കൽപ്പിച്ചു പറഞ്ഞു തന്നാലും അവിടുന്നല്ലാതെ മറ്റാരും ഞങ്ങൾക്ക് ആശ്രയമില്ല. ദേവന്മാരുടെ അഭ്യർത്ഥന കേട്ട് വിധാതാവ് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരിൽ
പുത്രന്മാരുണ്ടാവില്ലെന്ന് പാർവതി ദേവി പറഞ്ഞത് ഓർമ്മയില്ലേ? ആ ശാപം ഒരിക്കലും പാഴാവുകയില്ല. ആകാശഗംഗയിൽ ശിവതേജസ് ചേർന്ന് അഗ്നി സന്തോൽപാദനം ചെയ്യട്ടെ. ദേവസേനാനിയും ശത്രുക്കളെ ജയിക്കുന്നവനുമായ ഒരു ഉണ്ണിയുണ്ടാകും. ഹിമവാന്റെ പുത്രി പാർവതി ആ കുഞ്ഞിനെ സ്വീകരിക്കും, സ്നേഹിക്കും. അതിന് ഒരു സംശയവും വേണ്ട. ബ്രഹ്മദേവന്റെ വാക്കുകൾ ദേവന്മാർക്ക് ആശ്വാസമായി. വിരിഞ്ചനെ വണങ്ങിയിട്ട് അവർ പിരിഞ്ഞുപോയി. രാമ, സർവധാതുപൂർണമായ കൈലാസാദ്രിയിൽ എത്തിയ ദേവന്മാർ മഹാദേവനോട് സാദരം പറഞ്ഞു: അഗ്നിദേവ, രുദ്രതേജസ്സിനെ ഗംഗാദേവിയിൽ ചേർക്കൂ. ദേവന്മാരുടെ സങ്കടം ഇല്ലാതാക്കാൻ അങ്ങിത് ചെയ്യണം. ഗംഗാദേവിയോട് അഗ്നി പറഞ്ഞു: ദേവി, ദേവന്മാരുടെ ആവശ്യത്തിനാണ് അവിടുന്ന് രുദ്രതേജസ് സ്വീകരിച്ച് ഗർഭം ധരിക്കണം. അങ്ങനെയാകാമെന്നേറ്റ ഗംഗ അതിദിവ്യമായ ഒരു രൂപം കൈക്കൊണ്ട് പ്രത്യക്ഷയായി. രുദ്രതേജസ്സിനെ ദേവിയുടെ സർവ്വ അവയവങ്ങളിലും അഗ്നിദേവൻ ചൊരിഞ്ഞു. അത്യുജ്വലമായ രുദ്രതേജസ് ഗംഗയുടെ സർവ്വ പ്രവാഹങ്ങളിലും നിറഞ്ഞു. അത് താങ്ങാനാവാതെ ഗംഗാദേവി അഗ്നിയോട് വേദനയോടെ പറഞ്ഞു: അഗ്നിദേവ, അങ്ങ് എന്നിൽ നിക്ഷേപിച്ച തേജസ് വഹിക്കാനുള്ള കെൽപ്പ് എനിക്കില്ല. ഞാൻ ദഹിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. സർവ്വദേവന്മാരാലും പൂജിക്കപ്പെടുന്ന അഗ്നിദേവൻ പറഞ്ഞു: ദേവി, ദിവ്യ ഗർഭത്തെ ഹിമാദ്രിയുടെ കൊടുമുടിയിലേക്ക് പതിപ്പിച്ചാലും. അതനുസരിച്ച് ഗംഗാദേവി സർവ്വസ്രോതസ്സുകളിൽ നിന്നും ഉജ്ജ്വലമായ ഗർഭത്തെ ഗിരിവര പാർശ്വത്തിൽ വിസർജിച്ചു. ചുവന്ന നിറത്തിലുള്ള ഭാഗങ്ങൾ തങ്കമായി തീർന്നു. വെളുത്തത് പരിശുദ്ധമായ വെള്ളിയും തീഷ്ണതയിൽ നിന്നുണ്ടായത് ഇരുമ്പും ദേവിയുടെ ദേഹജമായ അഴുക്കിൽ നിന്ന് തകരവും ഈയവും രൂപം കൊണ്ടു. ഇങ്ങനെ എല്ലാ ധാതുക്കളും ഭൂമിയിൽ ഉണ്ടായതും പുറമേ ഗർഭതേജസ്സു തട്ടിയ ശൈലശിഖരവും ആരണ്യവും സ്വർണവർണ്ണമായി മാറുകയും ചെയ്തു. അന്ന് മുതൽക്കാണ് അഗ്നിയുടെ നിറമുള്ള സ്വർണം ഉണ്ടായത്. ദേവന്മാർ കൂടി നിന്ന ഇടത്തേക്ക് ബ്രഹ്മാവ് വന്നു. ഗംഗ വിസർജിച്ച ഗർഭതേജസ്സിൻ്റെ നിറവും രൂപവും ഏതൊക്കെയാണോ അതെല്ലാം എന്നും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. ശരവണ പൊയ്ക തടാകക്കരയിലെ പുല്ലും ചെടിയും വൃക്ഷങ്ങളും കൂടി സ്വർണ്ണ നിറമായി തീർന്നു. അതിൻ്റെ മധ്യത്തിൽ അതികോമളനായൊരു ബാലൻ കൈകാലിട്ടടിച്ച് കളിച്ച് രസിക്കുന്നു. കുഞ്ഞിനെ കണ്ട ഇന്ദ്രാദിദേവന്മാർ കൃതികാദേവികളെയാണ് കുഞ്ഞിനെ മുലയൂട്ടുവാൻ ഏൽപ്പിച്ചത്. ആ ദേവിമാർ സന്തോഷത്തോടെ പറഞ്ഞു: ഈ ഓമന കുഞ്ഞ് ഞങ്ങളുടെ മകനാണെന്ന്. അത് കേട്ട് ദേവശ്രേഷ്ഠന്മാർ സന്തോഷത്തോടെ പറഞ്ഞു: അങ്ങനെ തന്നെയാകട്ടെ. ഈ കുഞ്ഞ് കാർത്തികേയൻ എന്ന പേരിൽ 3 ലോകങ്ങളിലും പേരുകേട്ടവനായിത്തീരും. അമിതമായ ഐശ്വര്യം കൊണ്ടും അഗ്നിജ്വാല പോലെ പ്രകാശിക്കുന്ന മനസ്സിന് മോഹമുണ്ടാക്കുന്നവനുമായ കുമാരൻ ഗർഭാംബു സ്കന്ദനായിരുന്നതിനാൽ സ്കന്ദൻ എന്ന് ദേവിമാർ ആ കുഞ്ഞിനെ വാഴ്ത്തിപ്പറഞ്ഞു. കൃതികാദേവികൾ ആ കുഞ്ഞിനെ കുളിപ്പിച്ച് എടുത്തപ്പോൾ 6 പേർക്കും മുല ചുരന്നു. അപ്പോൾ ആ കുഞ്ഞ് 6 രൂപങ്ങളിൽ കാണപ്പെട്ട് 6 കൃതികാദേവിമാരുടെയും മുലപ്പാൽ കുടിച്ചു. ആ പാൽ കുടിച്ച ദിവസം തന്നെ ആ കുഞ്ഞ് ഒന്നായി അതുല്യ തേജസ്സായി പിറന്നു. ഇത്രമാത്രം പ്രതാപമുള്ള ഒരു ദേവൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ കുഞ്ഞ് ക്ഷണനേരം കൊണ്ട് അതുല്യ വിക്രമനായ ഒരു യുവാവായി തീർന്നു. ദേവന്മാരെല്ലാവരും ചേർന്ന് കാർത്തികേയനെ, സ്കന്ദനെ ദേവസേനകളുടെ സേനാധിപതിയായി അവരോധിച്ചു. ഉണ്ണി രാമ, ഗംഗാദേവിയുടെ കഥ ഞാൻ വിസ്തരിച്ചു പറഞ്ഞു. ധന്യധന്യവും പുണ്യസമ്മർത്തകവുമാണ് സുരസേനാഗണപതിയായ കുമാരൻ്റെ ചരിത്രം. കാർത്തികേയ ചരിത്രം ഭക്തി ശ്രദ്ധകളോടെ കേൾക്കുന്നവർ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിക്കും, ബ്രഹ്മലോക പ്രാപ്തി സിദ്ധിക്കും. സ്കന്ദനിൽ ഭക്തിയുള്ള മനുഷ്യർ പൗത്രാദികളെ ഒത്ത് ദീർഘായുസ് അനുഭവിച്ച് അവസാനം ഷൺമുഖദേവൻ്റെ ലോകത്തിലെത്തും തീർച്ചയാണ്. കാർത്തികേയൻ്റെ ജന്മകഥ വിവരിച്ച ശേഷം വിശ്വാമിത്രമുനി രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു: പണ്ട്
സഗരൻ എന്നു പേരായ ഒരു രാജാവ് അയോധ്യ ഭരിച്ചിരുന്നു. പ്രജകളുടെ സൗഖ്യമാണ് അദ്ദേഹം എന്നും ആഗ്രഹിച്ചിരുന്നത്. കാലമേറെ ചെന്നിട്ടും അദ്ദേഹത്തിന് സന്താനങ്ങൾ ഒന്നും ഉണ്ടായില്ല. 2 പത്നിമാരായിരുന്നു അദ്ദേഹത്തിന്. വിദർഭ രാജപുത്രിയായ കേശിനിയും അരിഷ്ടനേമിയുടെ പുത്രിയായ സുമതിയും. വംശം നിലനിർത്താൻ ആഗ്രഹിച്ച് സഗരൻ ഭാര്യമാരോടൊന്നിച്ച് ഹിമാലയത്തിൽ പോയി ഭൃഗുഭ്രവണം എന്ന കൊടുമുടിയുടെ താഴ്വരയിൽ തപസ്സാരംഭിച്ചു. 100 സംവത്സരങ്ങൾ കഴിഞ്ഞു. സഗരൻ്റെ തപസ്സിൽ തൃപ്തനായ ഭൃഗുമുനി പ്രത്യക്ഷപ്പെട്ടു. രാജൻ, ഭൂമിയിലാകെ പേരെടുക്കുന്ന പുത്രന്മാർ അങ്ങയ്ക്ക് ഉണ്ടാകും. സഗര, ഭാര്യമാരിൽ ഒരാൾ വംശം നിലനിർത്തുന്ന ഒരു കുഞ്ഞിനെ പ്രസവിക്കും. മറ്റേയാൾ 60,000 സന്താനങ്ങളെ പ്രസവിക്കും. മാമുനിയുടെ ഇപ്രകാരമുള്ള അനുഗ്രഹം കേട്ട് രാജാവ് സന്തോഷിച്ചു. പത്നിമാർ തൊഴുതുകൊണ്ട് ചോദിച്ചു, ഭഗവാനെ, ഞങ്ങളിൽ ആർക്കാണ് ഒരു ഉണ്ണി പിറക്കുക? ആർക്കാണ് അനേകം പുത്രന്മാർ പിറക്കുക? അവിടുത്തെ സത്യമായ വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ധാർമ്മികനായ ഭൃഗുമുനി പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം പോലെയാകാം. വംശകൃത്തായ ഒരു മകൻ മാത്രം ഒരാൾക്ക്, അതിശക്തന്മാരായ അനേകം പേർ മറ്റേയാൾക്ക്. ഏതു വരത്തെയാണ് നിങ്ങൾ പ്രിയമായി സ്വീകരിക്കുന്നത്? രഘുനന്ദന, ഭൃഗുമുനിയുടെ വാക്കുകൾ കേട്ട കേശിനി വംശകരനായ മകനെ യാചിച്ചു. ഗരുഡ സഹോദരിയായ സുമതി സസന്തോഷം സ്വീകരിച്ചത് അമേയ ബലവാന്മാരായ 60,000 പുത്രന്മാരെയാണ്. വരബലത്താൽ ഭൃഗുമുനിയെ തൊഴുതു വലം വെച്ചിട്ട് സകലനും ഭാര്യമാരും അയോധ്യയിലേക്ക് പോയി. അല്പകാലം കഴിഞ്ഞപ്പോൾ കേശിനി ഒരു പുത്രനെ പ്രസവിച്ചു. ആ ബാലൻ്റെ പേര് അസമഞ്ജൻ എന്നായിരുന്നു. സുമതി ഒരു മാംസപിണ്ഡത്തെയാണ് പ്രസവിച്ചത്. എന്നാൽ ആ മാംസപിണ്ഡം പിറന്നു കഴിഞ്ഞപ്പോൾ അത് ചെറു കഷണങ്ങളായി മാറി 60,000 പുത്രന്മാർ ഉണ്ടാവുകയാണ് ചെയ്തത്. ധാത്രിമാർ ആ ബാലന്മാരെ ശ്രദ്ധയോടെ പരിപാലിച്ചു. കുമാരന്മാർ വളർന്ന് യുവാക്കളായി മാറി. സഗരൻ്റെ ആദ്യ പുത്രൻ അസമഞ്ജന് ഒരു ക്രൂര വിനോദം ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികളെ പിടിച്ച് സരയൂ നദിയിൽ മുക്കിപ്പിടിക്കുക, അവരുടെ മരണവെപ്രാളം കണ്ട് ആസ്വദിക്കുക. പ്രജകൾ നാൾക്കുനാൾ പരാതിയുമായി സഗരൻ്റെ അടുത്ത് വന്നു. ഒടുവിൽ സഹികെട്ട് രാജാവ് അസമഞ്ജനെ നാട്ടിൽ നിന്നും പുറത്താക്കി. വിവാഹിതനായ അസമഞ്ജന് ഒരു പുത്രൻ പിറന്നിരുന്നു. അംശുമാൻ എന്നാണ് അവൻ്റെ പേര്. പ്രജകളുടെ കണ്ണിലുണ്ണിയായി അവൻ വളർന്നു വന്നു. അവൻ യൗവനപ്രായത്തിലെത്തി. രാമ, സഗരന് ശ്രേഷ്ഠമായൊരു യാഗം നടത്തണമെന്ന ആഗ്രഹമുണ്ടായി. വേദജ്ഞനായ സഗരൻ മുനിമാരോട് ആലോചിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വിശ്വാമിത്രമുനി ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാമൻ ചോദിച്ചു, ഭഗവാനെ, എൻ്റെ വംശത്തിലെ പൂർവികനായ സഗര മഹാരാജാവ് യാഗം എങ്ങനെയാണ് നടത്തിയത്? വിശ്വാമിത്രമുനി പറഞ്ഞു, രാമ, സഗരയജ്ഞത്തെപ്പറ്റി ഞാൻ വിശദമായി പറയാം. ഹിമവാനും വിന്ധ്യാചലവും പരസ്പരം നിരീക്ഷിച്ചുകൊണ്ട് തലയുയർത്തി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ 2 മഹാഗിരികളുടെയും മധ്യത്തിൽ വച്ച് സഗരൻ യജ്ഞം നടത്തി. യാഗത്തിന് ഇതിലും നല്ല ഒരു സ്ഥലം വേറെയില്ല. ഉണ്ണി രാമ, യജ്ഞം സംരക്ഷിക്കാൻ പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് അംശുമാൻ പുറപ്പെട്ടു. യജ്ഞത്തിനുള്ള അശ്വത്തിനു പിന്നാലെ അംശുമാൻ പോകാൻ തയ്യാറായി. എന്നാൽ യാത്ര പുറപ്പെടും മുൻപ് യാഗശാലയിൽ ദേവേന്ദ്രൻ രാക്ഷസ വേഷത്തിൽ വന്ന് ആ കുതിരയെ മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു. ഉപാധ്യായന്മാർ ഈ രംഗം കണ്ടു. അവർ രാജാവിനോട് ഈ വിവരം പറഞ്ഞു. പ്രഭു, ഇതാ കുതിരയെ യാഗശാലയിൽ നിന്ന് ആരോ കൊണ്ടുപോകുന്നു. ആ കള്ളനെ ഉടനെ തടയണം. കുതിരയെ അതിവേഗം കൊണ്ടുവരണേ. യാഗത്തിന് തെറ്റുപറ്റിയാൽ നമുക്കെല്ലാം ആപത്താണ്. മഹാരാജാവേ, യജ്ഞഭംഗം ഉണ്ടാവാതെ നോക്കണേ. പുരോഹിതന്മാരുടെ വാക്കുകേട്ട സഗരൻ
ആ സദസ്സിലുണ്ടായിരുന്ന 60,000 പുത്രന്മാരോട് പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, പവിത്രമായ ഈ യാഗശാലയിലേക്ക് ഒരു അസുരൻ പോലും പ്രവേശിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലായിടവും അന്വേഷിക്കുവിൻ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഈ ഭൂമി ഓരോരുത്തരും ഓരോ യോജന വെച്ച് അരിച്ചു പറക്കി നോക്കുവിൻ. ഭൂമിയിൽ എവിടെയും ആ അശ്വത്തെ കാണുന്നില്ല എങ്കിൽ ഭൂമി കുഴിച്ചു നോക്കുവിൻ. കുതിരയെയും കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നതുവരെ ഞാൻ പൗത്രനായ അംശുമാനോടും മുനിവരന്മാരോടും കൂടി ഇവിടെ തന്നെ വ്രതചര്യയോടുകൂടിയിരിക്കാം. അശ്വത്തെ കാണുവാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് മംഗളം നേരുന്നു. അച്ഛൻ്റെ വാക്കുകൾ കേട്ട് 60,000 പുത്രന്മാർ കുതിരയെ കണ്ടുപിടിക്കുന്നതിനായി പുറപ്പെട്ടു. എല്ലായിടവും നോക്കി. അവർ എല്ലായിടവും കുഴിച്ചു നോക്കി. അങ്ങനെ എല്ലാ ദിക്കുകളും ശബ്ദമുഖരിതമായി തീർന്നു. ഭൂമിയെ കുഴിച്ച് പാതാളം പോലെയാക്കി. അവർ എങ്ങും വിക്രമം കാട്ടി സഞ്ചരിച്ചു. പക്ഷേ എങ്ങും അവർക്ക് കുതിരയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല.